ഗുഡ് ഈവനിംഗ് 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ മണിക്കൂറിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. KSRTC ഓർഡിനറി ബസ്സുകളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതിക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. KSRTCയുടെ നഷ്ടം സർക്കാർ നികത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കൊല്ലപ്പെട്ടത് വയനാട് വെള്ളാഞ്ചേരി സ്വദേശി രാജു. ആക്രമണം ജനവാസ മേഖലയിറങ്ങിയ ഒറ്റയാനെ തുരത്തുമ്പോൾ. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ എന്ന് നിസ്സാരവൽക്കരിച്ച് മാനന്തവാടി MLA ഉഷാ വിജയൻ. നടിയെ ആക്രമിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജും പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസിന് പിന്നാലെ പിന്മാറിയത് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്. പുതിയ ബെഞ്ച് ഹർജി പരിഗണിക്കും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദ ചോദ്യാവലി തയ്യാറാക്കി ED. CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ ചെലവിട്ടതിൽ വ്യക്തത വരുത്താൻ ശ്രമം. പണം ഉപയോഗിച്ച് സ്വത്ത് സമ്പാദിച്ചെങ്കിൽ കണ്ടുകെട്ടാനും നീക്കം. ആവശ്യപ്പെട്ട 134 രേഖകൾ വേഗത്തിൽ വേണമെന്ന് SFIOയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരം വാഴോട്ടുകോണം BJP കൗൺസിലർ R സുഗതന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായി BJP പ്രവർത്തകർ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് വധക്കേസിൽ വിചാരണ നടപടികൾ തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. കോടതി മാറ്റം ആവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജി 16-ന് പരിഗണിക്കും. +1 പരീക്ഷാഫലം ജൂലൈ 15-ന്. ഇന്ന് പ്രസിദ്ധീകരിക്കാനിരുന്ന ഫലമാണ് ജൂലൈയിലേക്ക് മാറ്റിയത്. ഗൾഫ് മേഖലയിൽ മാറ്റിവെച്ച പരീക്ഷകൾ അടുത്തയാഴ്ച നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് തീയതി മാറ്റം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. അഴിമതി ആരോപണം നേരിടുന്ന മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി പുനഃപരിശോധിക്കാനുള്ള ഉത്തരവ് പാലിക്കണമെന്ന നിർദ്ദേശം. ഉത്തരവ് പാലിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് പോകുമെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. 24 ബിഗ് ബ്രേക്കിംഗ്. നടി ലക്ഷ്മിപ്രിയയ്ക്കും ഹിൽ പാലസ് SI രേഷ്മയ്ക്കുമെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. വനിതാ SI വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്ന് തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. പരാതിയിൽ കേസെടുക്കാൻ ആകില്ല. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും കഴമ്പില്ലെന്ന് കണ്ടെത്തൽ. അൻസിബ ഹസന് പിന്നിൽ മതവർഗീയവാദികളുണ്ടെന്ന് സംശയിക്കുന്നെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ. വിഷയം വിവാദമാക്കിയതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും 10 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്നും ലക്ഷ്മിപ്രിയ. കാസർഗോഡ് ബോവിക്കാടത്ത് തെരുവുനായയുടെ ആക്രമണം, 10 പേർക്ക് കടിയേറ്റു. ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് മുക്കത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു. കണ്ണൂർ കൂറ്റേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് 3ാം ക്ലാസ് വിദ്യാർത്ഥി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വന്യമൃഗശല്യത്തിൽ വലഞ്ഞ് മലയോര മേഖല. ഇടുക്കി ചിന്നക്കനാലിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. തിരുനെല്ലി കാട്ടിക്കുളത്ത് ഒറ്റയാനിറങ്ങി. പത്തനംതിട്ട കുടപ്പനയിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളി നടപടിക്കെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. കോൺഗ്രസിലെ തന്നെ കുറെ നേതാക്കൾ രാജ്യസഭാ സീറ്റ് ലക്ഷ്യം വെച്ചെന്നും പത്രികയിൽ മനഃപൂർവ്വം തെറ്റുകൾ വരുത്തിയെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ആരാധകർ ഉയർത്തിയ വിവിധ ടീമുകളുടെ കൊടികൾ നീക്കം ചെയ്ത് KCB. അപകട ഭീഷണിയെ തുടർന്നാണ് നടപടി. ഫുട്ബോൾ ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളിന് ഐസ്ലൻഡിനെ തോൽപ്പിച്ചു. ഫുട്ബോൾ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 വരെയാണ് നിരോധനം. കേരള തീരത്ത് 12 നോട്ടിക്കൽ മൈൽ ദൂരം മീൻപിടുത്തം പാടില്ല. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക്. വയനാട്ടിൽ 5 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8ആയി. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് തടയുന്നതിൽ പരാജയപ്പെട്ട പോലീസുകാരെ ശാസിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. എന്തുകൊണ്ട് ലാത്തിചാർജ് നടത്തിയില്ലെന്ന് കമ്മീഷണർ ചോദിച്ചു. ഉന്നത നിർദ്ദേശം ലഭിച്ചില്ലെന്ന് പോലീസുകാരുടെ മറുപടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ നിഫ്റ്റ് പ്രവേശന പരീക്ഷാ ഫലത്തിലും പരാതിയുമായി വിദ്യാർത്ഥികൾക്ക് മാർക്കിലും ഹാജർ രേഖകളിലും ബയോമെട്രിക് പരിശോധനകളിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ആരോപണം. എന്നാൽ ആരോപണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തള്ളി. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇറാനിൽ അമേരിക്കൻ ആക്രമണം. തീരദേശ നഗരമായ സിരിക്കിലും ഹോർമുസ് പരിസരത്തുള്ള ബന്ദർ അബ്ബാസിലും ഖഷാമിലും സ്ഫോടനങ്ങൾ. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചെന്ന് ഇറാൻ. കുവൈത്തിനും ബഹ്റൈനും ജോർദാനും നേരെ ആക്രമണ ശ്രമം. തെക്കൻ ലെബനോണിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. രാജ്യസഭാ MP സുസ്മിത ദേവ് രാജിവെച്ചു. ഒരാഴ്ചക്കിടെ രാജിവെക്കുന്ന TMCയുടെ രണ്ടാമത്തെ രാജ്യസഭാ MPയാണ് സുസ്മിത ദേവ്. വിമത MPമാർ ഉടൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തും. ഫസ്റ്റ് ഓൺ 24. ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റുന്നതിൽ ഗതാഗത വകുപ്പിന് ഫയൽ കൈമാറി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. വെള്ള നിറം മാറ്റണം എന്ന യോഗ തീരുമാനമാണ് സർക്കാരിന് സമർപ്പിച്ചത്. ഗതാഗത വകുപ്പാണ് നിയമ ഭേദഗതി വരുത്തി അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കോക്രോച്ച് ജനതാ പാർട്ടിയോട് നിലപാട് മയപ്പെടുത്തി BJP. ജൻസി പ്രതിഷേധത്തെ രാജ്യവിരുദ്ധതയായി ചിത്രീകരിക്കേണ്ടതില്ലെന്ന് BJP വൃത്തങ്ങൾ. യുവാക്കളുടെ സമരത്തെ കടന്നാക്രമിച്ചാൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നിലപാട് മയപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ സർക്കാർ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് 3 ചാനലുകളെ വിലക്കി. പോളിമർ, ന്യൂസ് തമിഴ്, തമിഴ് ജനം എന്നിവയ്ക്കാണ് വിലക്ക്. സർക്കാരിനെതിരായ വിമർശനത്തെ തുടർന്നാണ് നടപടിയെന്ന ആരോപണം. സാങ്കേതിക തകരാറെന്ന് സർക്കാർ വിശദീകരണം. ദൃശ്യം 3 സിനിമയ്ക്കെതിരെ പരാതി. തന്റെ വാഹനത്തിന്റെ നമ്പർ അനുവാദമില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചെന്ന പരാതിയുമായി ഇടുക്കി കുഞ്ചിത്തണ്ണി സ്വദേശി രാജീവ് രംഗത്തെത്തി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ ജീത്തു ജോസഫ് എന്നിവർക്കെതിരെയാണ് പരാതി. അയ്യപ്പ സംഗമത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിയതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചത് തെറ്റായെന്ന CPIM സംസ്ഥാന സമിതിയിലെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമില്ലെന്ന് കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ സംഘം ലക്ഷ്യമിട്ട മുഹമ്മദ് സൽമാൻ. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് താൻ നാട്ടിലെത്തിയതെന്നും എല്ലാം പോലീസിനോട് പറഞ്ഞുവെന്നും മുഹമ്മദ് സൽമാൻ 24നോട്. AICC ജനറൽ സെക്രട്ടറിമാരുടെയും PCC പ്രസിഡന്റുമാരുടെയും അടിയന്തര യോഗം വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. നാളെ ഡൽഹിയിലെ ഇന്ദിരാഭവനിലാണ് യോഗം. കൊച്ചിയിൽ ലഹരി കേസിൽ സാക്ഷിയായ യുവതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട എക്സൈസ് നടപടിയിൽ അന്വേഷണം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ ഭേദിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കണ്ണൂരിൽ നിന്ന് മുനമ്പത്തേക്ക് പോയി കടലിൽ കുടുങ്ങിയ മീൻപിടുത്ത ബോട്ട് തിരിച്ചെത്തിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതർ. വടകരയിൽ കുടുങ്ങിയ തൊഴിലാളികളെയും ബോട്ടും കൊയിലാണ്ടി ഹാർബറിലാണ് എത്തിച്ചത്. തിരുവനന്തപുരം തമ്പാനൂരിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പുല്ലുവിള സ്വദേശി റോബിൻ, തമിഴ്നാട് നെട്ട സ്വദേശി അനീഷ് എന്നിവരാണ് പിടിയിലായത്. ട്രെയിനിലെത്തിച്ച 2.5 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി സലീമിന്റെ മകൻ ഷമിലാണ് മുങ്ങി മരിച്ചത്. കാസർഗോഡ് പെർവാട് തെങ്ങ് വീണ് വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് 65-കാരൻ അബ്ദുള്ള. അപകടമുണ്ടായത് സുഹൃത്തുക്കൾക്കൊപ്പം കടപ്പുറത്തിരിക്കുമ്പോൾ. തിരുവനന്തപുരം ആറ്റുകാലിൽ സ്കൂൾ ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് മലമ്പുഴ അണക്കെട്ടിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം ലഭിച്ചു. മലപ്പുറം പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. ആലുവ മുനിസിപ്പാലിറ്റി 1-ാം വാർഡിൽ വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് പരിഹാരം. കൗൺസിലർ ബെറ്റി പോളിന്റെ നേതൃത്വത്തിൽ പുഷ്ത്രൂ ഉപയോഗിച്ചാണ് വെള്ളം നീക്കിയത്.
കൊച്ചിയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കുന്ന കരാർ ഒപ്പിടാൻ ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന് ഒരാഴ്ച സമയം നൽകി ജില്ലാ ഭരണകൂടം. കലക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദഗ്ധ സമിതി യോഗത്തിലാണ് തീരുമാനം. 13 ഇരട്ടകളെയും ഒരു ട്രിപ്പിൾസിനെയും ആദരിച്ച് ശ്രീ ഗോകുലം കിൻഡർ ഗാർഡനിൽ പ്രവേശനോത്സവം. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടക്കുട്ടികളായ 17 ആൺകുട്ടികളും 12 പെൺകുട്ടികളുമാണ് സ്കൂളിൽ പഠിക്കുന്നത്. 3 ഇരട്ടകളും ഒരു ട്രിപ്ലെറ്റ്സുമാണ് ഈ വർഷം പ്രവേശനം നേടിയത്. മലപ്പുറം കൊണ്ടോട്ടി വലിയ പറമ്പിൽ നടുറോഡിൽ പിഞ്ചുകുഞ്ഞ്. കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ CCTVയിൽ പതിഞ്ഞു. ഡ്രൈവർ രാമചന്ദ്രന്റെയും കണ്ടക്ടർ നവാസിന്റെയും ഇടപെടലിനെ തുടർന്നാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിലെ വയറിംഗ് സാമഗ്രികൾ മോഷ്ടിച്ച 2 പേർ പിടിയിൽ. പെരുമണ്ണ സ്വദേശി മുഹമ്മദ് ഷാഫി, പന്തീരാങ്കാവ് സ്വദേശി രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച സാധനങ്ങൾ ആക്രിക്കടകളിൽ വിറ്റ് ലഹരി വാങ്ങുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ജൂൺ 16 മുതൽ ലഭ്യമാകും. ജൂൺ 30 വരെയാണ് സമയം. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. തിരുവനന്തപുരം ബാറ്റൺ ഹിൽസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വനിതാ ഹോസ്റ്റലിലേക്ക് അസിസ്റ്റന്റ് കുക്ക് താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 60 വയസ്സിന് താഴെ പ്രായവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കാറ്ററിംഗ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂൺ 18 രാവിലെ 10:30 കോളേജിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വള്ളസദ്യ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടത്താൻ തീരുമാനം. വള്ളസദ്യയുടെ ബുക്കിംഗ് ആരംഭിച്ചു. 380 സദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. NGO യൂണിയൻ 63ാം സംസ്ഥാന സമ്മേളനം നാളെ ആരംഭിക്കും. 13 വരെ കോട്ടയം മാമൻ മാപ്പിള ഹാളിലാണ് സമ്മേളനം. 269 വനിതകൾ ഉൾപ്പെടെ 840 പ്രതിനിധികൾ പങ്കെടുക്കും. തൃശൂർ പുതുക്കാട് സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ ചുറ്റുമുള്ള പ്രദേശത്തെ പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലയാക്കിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സങ്കേതത്തിന്റെ അതിർത്തിക്ക് ചുറ്റുമുള്ള 7.5 കിലോമീറ്റർ പ്രദേശങ്ങളിൽ ഇനി മുതൽ നിയന്ത്രണം ഉണ്ടാകും. ദേശീയ വാർത്ത. ബിറ്റ്കോയിൻ തട്ടിപ്പ് കേസിൽ കർണാടക MLA N.A. ഹാരിസിന്റെ മകന് കുരുക്ക്. മുഹമ്മദ് നാലാപ്പാട് കള്ളപ്പണം വെളുപ്പിച്ചെന്ന് EDയുടെ കുറ്റപത്രം. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. 6:30 കൂടിക്കാഴ്ച. ഉത്തംനഗർ ഹോളി കൊലപാതക കേസ് പ്രതിയെ പ്രായപൂർത്തിയാകാത്തതായി പ്രഖ്യാപിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ദ്വാരക ജില്ലാ കോടതി റദ്ദാക്കി. മാർച്ച് 4 ഹോളി ആഘോഷങ്ങൾക്കിടെ തരുൺ എന്നയാളെ പ്രതി കൊലപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ ബുൽധാനയിൽ കൊല്ലപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞ യുവതി മടങ്ങിയെത്തിയ സംഭവത്തിൽ 2 മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. കൊലപാതക കേസിൽ പിതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തിരുന്നു. മേൽജാതിയിൽപ്പെട്ട പെൺകുട്ടിയുമായി സൗഹൃദത്തിലായതിന്റെ പേരിൽ ഉത്തരാഖണ്ഡിൽ 18-കാരനായ ദലിത് യുവാവിനെ അടിച്ചുകൊന്നു. തെഹ്രി ജില്ലയിലെ ഗർവാൾ സ്വദേശി കേത്തൻലാലാണ് കൊല്ലപ്പെട്ടത്. തെലങ്കാനയിൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനം ശക്തം. സർക്കാർ സ്കൂളുകളുടെ എണ്ണം 27,000-ൽ നിന്ന് 4,000-ആയി ചുരുക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വൻ ലഹരിവേട്ട. 10 കോടി രൂപ വിലമതിക്കുന്ന 600 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഹരിയാന സ്വദേശി അറസ്റ്റിൽ. മണിപ്പൂരിലെ സേനാപതി ജില്ലയിൽ നാഗ സായുധ സംഘങ്ങൾ ബന്ദികളാക്കിയ 14 കുക്കികളെ വിട്ടയച്ചു. പള്ളി സംഘടനകളുടെയും മറ്റ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും ഇടപെടലിനെ തുടർന്നാണ് നടപടി. ആണവ നയത്തിൽ വൻ മാറ്റം വരുത്തി ഇന്ത്യ. ഇന്ത്യയുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഗുജറാത്തിലെ ഗീർ വനമേഖലയിൽ സിംഹക്കുട്ടികൾ ചത്തത് കടുത്ത ചൂട് കാരണമെന്ന് സ്ഥിരീകരണം. 8 സിംഹക്കുട്ടികളാണ് ചത്തത്. 17 സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാജ്യാന്തര വാർത്തകളിലേക്ക്. H-1B വിസ തട്ടിപ്പ്. ഇന്ത്യൻ അമേരിക്കൻ സിഒയ്ക്ക് US പൗരത്വം നഷ്ടപ്പെട്ടേക്കും. പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 17 US പൗരന്മാരിൽ ഒരാളായി മാഗ്നാവിഷൻ LLC CEO നീരജ് ശർമ്മ. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ റാവലക്കോട്ടിൽ നടന്ന വെടിവെപ്പിൽ ബ്രിട്ടനിൽ പ്രതിഷേധം രൂക്ഷം. റാവൽകോട്ടിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 20-ലേറെ പേർ.
സുഡാൻ അർദ്ധസൈനിക വിഭാഗത്തിനെതിരെ പീഡനവും ലൈംഗികാതിക്രമവും ആരോപിച്ച് കെനിയയിൽ ആദ്യ യുദ്ധക്കുറ്റ കേസ് ഫയൽ ചെയ്തു. 2023 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ ഖാർത്തൂമിലും പരിസര പ്രദേശങ്ങളിലും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ അതിക്രമമാണ് കേസിന് അടിസ്ഥാനം. റഷ്യക്കെതിരായ 21ാമത് ഉപരോധ പാക്കേജ് നിർദ്ദേശിച്ച് യൂറോപ്യൻ കമ്മീഷൻ. പാക്കേജിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. വെരിസോൺ കമ്മ്യൂണിക്കേഷൻസിന്റെ വയർലെസ് നെറ്റ്വർക്കിൽ തടസ്സമെന്ന റിപ്പോർട്ട്. ഫൈബർ ബന്ധം തടസ്സം നേരിട്ടു. അസൗകര്യം നേരിട്ടതിൽ ക്ഷമ ചോദിച്ച് വെരിസോൺ അധികൃതർ. നിയമവിരുദ്ധ ഇസ്രായേലി സെറ്റിൽമെന്റുകളിൽ സാമ്പത്തിക വ്യാപാര ഇടപാട് നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ബ്രിട്ടീഷ് സർക്കാർ. UK വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഫ്രാൻസിൽ 11 വയസ്സുകാരി ലിഹന്നയുടെ കൊലപാതകത്തിൽ വൻ പ്രതിഷേധം. പരാജയം സമ്മതിച്ച് നീതിന്യായ മന്ത്രി. കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം തടയുന്നതിൽ നീതിന്യായ വ്യവസ്ഥ പരാജയമാണെന്ന് വിമർശകർ. കെനിയയിൽ എബോള ക്വാറന്റീൻ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പോലീസ് വെടിവെപ്പ്. ഒരാൾ കൊല്ലപ്പെട്ടു. പ്രതിഷേധത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ബിസിനസ് ന്യൂസ്. സ്വർണ്ണ നിക്ഷേപത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഫണ്ട് ഹൌസുകൾ. സ്വർണത്തിന്റെ ഡിമാൻഡ്, ഇറക്കുമതി തീരുവ വർധന, ലഭ്യതക്കുറവ് എന്നിവയാണ് കാരണം. ജൂൺ 15ഓടെ ചെന്നൈ പ്ലാന്റിലെ ഉൽപാദനം സാധാരണ നിലയിലാകുമെന്ന് ഹ്യുണ്ടായ്. തീപിടുത്തത്തെ തുടർന്ന് ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ശ്രീപെരുമ്പത്തൂരിലെ ചെന്നൈ പ്ലാന്റ് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ TCSൽ മനുഷ്യജീവനക്കാരുടെ അത്രയും തന്നെ AI ഏജന്റുമാർ ഉണ്ടാകുമെന്ന് ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ. ഭാവിയിലെ വളർച്ചയുടെ പ്രധാന ഘടകമായി കൃത്രിമ ബുദ്ധി മാറുമെന്നും ചന്ദ്രശേഖരൻ. ഭാരതി എയർടെൽ ഓഹരികളിൽ ഇടിവ് 8,414 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് ബോംബെ ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന്. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം ഇന്ത്യ മരവിപ്പിച്ചുവെന്ന വാർത്തകൾ തള്ളി സ്റ്റാർലിങ്ക്. ഇന്ത്യൻ സർക്കാരുമായി സജീവമായ ചർച്ചകൾ തുടരുകയാണെന്നും എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർലിങ്ക് അറിയിച്ചു. $100 മില്യൺ സമാഹരിക്കാൻ അംബാനിയുടെ പിന്തുണയുള്ള റോബോട്ട് സ്റ്റാർട്ടപ്പ് ആഡ്വേർബ് ടെക്നോളജീസ് ലിമിറ്റഡ്. US, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ തുടങ്ങിയ വിപണികളിൽ ഇതിനോടകം വ്യാപിച്ച കമ്പനി ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്തും. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം. ISL ടീം മുന്നോട്ട് വെച്ച താൽക്കാലിക ക്ലബ് ലെഡ് മോഡലിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തത്വത്തിൽ അംഗീകാരം നൽകി. ലോകകപ്പ് നിയന്ത്രിക്കാൻ യോഗ്യത നേടിയ സൊമാലിയൻ റഫറി ഒമർ അർത്താന് അമേരിക്കയിൽ പ്രവേശനാനുമതി നിഷേധിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് മത്സരം നിയന്ത്രിക്കാൻ സൊമാലിയൻ കോച്ചിന് അവസരം ലഭിച്ചത്. പ്രോട്ടോകോൾ ലംഘനം നടത്തി ഇംഗ്ലണ്ട് താരങ്ങളായ ബെൻ സ്റ്റോക്സും ഗസ് അറ്റ്കിൻസണും. അന്വേഷണം പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യയുടെ T20 സ്ക്വാഡിൽ മാറ്റം. ടീമിൽ നിന്ന് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് ഒഴിവായി. ജോലിഭാരം പരിഗണിച്ച് സിറാജിന് വിശ്രമം നിർദ്ദേശിച്ച് BCCI. ഇറാൻ ഫുട്ബോൾ ആരാധകർക്ക് ഫിഫ ടിക്കറ്റ് നിഷേധിച്ചെന്ന ആരോപണവുമായി ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ. ആതിഥേയ രാജ്യം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അമേരിക്ക ലംഘിച്ചുവെന്നും ആക്ഷേപം. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മുരളി ഗോപി തിരക്കഥ എഴുതിയ ചിത്രം അനന്തൻകാടിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിജയരാഘവന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 100 സ്വാമി സിനിമയുടെ ട്രെയിലർ പുറത്ത്. തമിഴ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് സ്വാസികയാണ്. സീക്രട്ട് ഓഫ് കലിംഗയിലെ ആദ്യ ഗാനം റിലീസായി. മിസ്റ്ററി ഹൊറർ കോമഡി സ്വഭാവത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ സനീഷ് ഉണ്ണികൃഷ്ണനാണ്. 6 കോടി ബജറ്റിൽ നിർമ്മിച്ച ഒബ്സഷൻ എന്ന ചിത്രം 2023 കോടി നേടി റെക്കോർഡ് കരസ്ഥമാക്കി. കറി ബാർക്കർ എന്ന യൂട്യൂബറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.